ഇന്ത്യയിൽ നിന്നുള്ള രണ്ട് സമാധാന ദൗത്യസേന അംഗങ്ങൾക്ക് ഐക്യരാഷ്ട്രസഭയുടെ മരണാനന്തര ആദരവ്. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന ദൗത്യത്തിൽ ജീവൻ വെടിഞ്ഞ ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗിനും നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാനിനുമാണ് ദാഗ് ഹാമർസ്കോൾഡ് മെഡൽ നൽകി ആദരിക്കുന്നത്. ഇന്ന് മെയ് 29 അന്താരാഷ്ട്ര സമാധാന സേനാംഗ ദിനത്തിലാണ് ഈ ആദരവ്. UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഈ ബഹുമതികൾ അവർക്ക് സമർപ്പിക്കും. തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിനിടയിൽ ജീവൻ ബലിയർപ്പിച്ച ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗിനെയും നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാനിനെയും മരണാനന്തര ബഹുമതി നൽകി ആദരിക്കുകയാണ് ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ ചെയ്യുന്നത്. ലാൻസ് ഹവിൽദാർ ഹർഭജൻ സിംഗ് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ സ്റ്റെബിലൈസേഷൻ മിഷനിൽ സേവനം അനുഷ്ഠിച്ച വ്യക്തിയാണ്. നായിബ് സുബേദാർ സുജിത് കുമാർ പ്രധാൻ ദക്ഷിണ സുഡാനിലെ UN മിഷനിലും പ്രവർത്തിച്ചിരുന്നു. ഇവരുടെ ധീരമായ ത്യാഗത്തിനാണ് ഇപ്പോഴത്തെ ഈ അംഗീകാരം. കൂടാതെ ഇന്ത്യൻ സൈന്യത്തിന്റെ മേജർ അഭിലാഷ ബരാക് ഐക്യരാഷ്ട്രസഭയുടെ 2025 മിലിറ്ററി ജെൻഡർ അവാർഡ് ഏറ്റുവാങ്ങും. ഇന്ത്യയിലെ ആദ്യ വനിതാ കോമ്പാറ്റ് ഹെലികോപ്റ്റർ പൈലറ്റാണ് മേജർ അഭിലാഷ ബരാക്. ലെബനോണിലെ സമാധാന ദൗത്യത്തിനിടയിൽ സ്ത്രീകളുമായും പെൺകുട്ടികളുമായുള്ള അവരുടെ സുപ്രധാന ഇടപെടലിനുള്ള ഒരു അംഗീകാരമാണ്. നിലവിൽ ഐക്യരാഷ്ട്രസഭയുടെ ലെബനോൺ ഇടക്കാല ദൗത്യത്തിൽ സേവനമനുഷ്ഠിക്കുന്ന മേജർ അഭിലാഷ ബരാക് ഇന്ന് നടക്കുന്ന അന്താരാഷ്ട്ര ഐക്യരാഷ്ട്രസഭ സമാധാന ദൗത്യ ദിനത്തിന്റെ ഭാഗമായി അഭിമാനകരമായ ഈ പുരസ്കാരം ഏറ്റുവാങ്ങും. ലോകം എമ്പാടുമുള്ള സമാധാന ദൗത്യങ്ങളിൽ സേവനം അനുഷ്ഠിക്കുമ്പോൾ ജീവൻ ബലിയർപ്പിക്കുന്ന സമാധാന സേനാംഗങ്ങൾക്ക് ബ്ലൂ ഹെൽമറ്റ്സ് എന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനാണ് ഈ ദിവസം എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. മേജർ സുമൻ ഗവാനിക്കും മേജർ രാധിക സെന്നിനും ശേഷം ഇന്ത്യയിൽ നിന്ന് ഈ അഭിമാനകരമായ പുരസ്കാരം നേടുന്ന മൂന്നാമത്തെ വ്യക്തിയാണ് മേജർ അഭിലാഷ ബരാക്. UN ഇന്ത്യൻ ബറ്റാലിയൻ ഫീമെയിൽ എൻഗേജ്മെന്റ് ടീമിന്റെ കമാൻഡറായി ഇപ്പോൾ സേവനമനുഷ്ഠിക്കുകയാണ് മേജർ അഭിലാഷ ബരാക്. നിലവിൽ ദക്ഷിണ സുഡാൻ, ലെബനോൺ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ എന്നിവ ഉൾപ്പെടെ 9 ആഗോള ദൗത്യങ്ങളിൽ 4200-ലധികം സൈനിക പോലീസ് ഉദ്യോഗസ്ഥരെ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട്. അതിൽ 155 വനിതകളും ഉൾപ്പെടുന്നു. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന നയങ്ങൾക്ക് ഏറ്റവും അധികം സൈനികരെ സംഭാവന ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഏകദേശം 180 ഇന്ത്യൻ സമാധാന ദൗത്യ അംഗങ്ങൾ ഇതിനോടകം ഈ ദൗത്യ നിർവഹണത്തിനിടെ ജീവത്യാഗം ചെയ്തിട്ടുണ്ട്.